നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കായിപ്പോയി, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാണാതിരുന്ന സമയത്ത് അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഇന്നത്തെ വീഡിയോ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് കുറച്ച് കാലങ്ങൾ മുന്നേ സ്കൂൾ കുട്ടികൾ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് അനുഭവിച്ചുകൊണ്ടുണ്ടായിരുന്ന മുടിയുടെ ആരോഗ്യ പ്രശ്നമാണ് മുടിക്കായ. നമ്മൾ ഈ നനഞ്ഞ മുടിയൊക്കെ സ്കൂളിലേക്ക് നല്ല ടൈറ്റായിട്ട് ദിവസവും അതുപോലെ കെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മുടിയിലുണ്ടാവുന്ന ഒരു പൂപ്പൽ ബാധയാണിത്, മുടിക്കായ. പക്ഷെ ഇപ്പം വീണ്ടും സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾ ഇതുപോലെ മുടിയൊക്കെ പിന്നിയിട്ട്, നനഞ്ഞ മുടി, പ്രത്യേകിച്ച് നനഞ്ഞ മുടി പിന്നിയിട്ട് പോകുന്ന സമയത്ത് വീണ്ടും കുട്ടികളിൽ ഇതുപോലെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാരൻസ് ഒക്കെ ചോദിച്ചു എന്താണ് ഇതിനൊരു പോംവഴി. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടിക്കായ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പം അതിലുണ്ടാവുന്ന ഒരു ഫംഗസ് ബാധയാണ്. അപ്പോൾ അത് നമ്മുടെ പുവർ ഹൈജീൻ കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് ഉണ്ടാവുന്നതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ മുടിയിൽ ബ്രൗൺ കളറിലും ബ്ലാക്ക് കളറിലുള്ള കുഞ്ഞു കുരുക്കൾ പോലെ നമ്മുടെ മുടിയുടെ ഒരു നാരിൽ തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ മുടിയിലും ഉണ്ടാവും. അത് ഒരു കായ ഇൻഫെക്ഷൻ അത് ബാധിച്ചാൽ എല്ലാ മുടിയിലും അതാവും. അത് ഒന്നെങ്കിൽ നമ്മുടെ ഇവിടെ സ്കാൽപ്പിന് ഇവിടുത്തെ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കെട്ടിവെക്കുന്ന സ്ഥലം മുതലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മുടിക്കായ വന്നു കഴിഞ്ഞാൽ മുടി അവിടെ വെച്ച് പൊട്ടിപ്പോവും. നമ്മളത് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുടി പൊട്ടിപ്പോവും. മുടി ഭയങ്കര ഡ്രൈ ആയി മാറും. മുടീൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ആ ഒരു മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മുടിയുടെ ഗ്രോത്തിനെയും അത് ബാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുടിക്കായ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ മുടിക്കായ വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടിവെക്കരുത്. മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടുക. പിന്നെ നമ്മൾ ഈ വേർപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ച് മാറ്റാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിക്കായ തടയാൻ വേണ്ടിയിട്ട്. മുടിക്കായ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് മുടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നല്ല, ജസ്റ്റ് ഒന്ന് അറ്റം ട്രിം ചെയ്ത് കൊടുക്കാം. അത് സ്പ്ലിറ്റ് എൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരം, അതായത് നമ്മൾ മെഡിസിനലി നമ്മൾ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കർപ്പൂരം നമുക്ക് ഇതുപോലെ ആയുർവേദ കടകളിലോ അല്ലെങ്കിൽ മരുന്ന് ഒക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ കർപ്പൂരം വാങ്ങിയിട്ട് നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കാം. അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. അതായത് ഒരു പാത്രത്തിൽ നമ്മൾ ഈ കർപ്പൂരം ഇട്ടിട്ട് അലിയിച്ചിട്ടുള്ള എണ്ണ ഒരു തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്ക് ആ എണ്ണയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂടുള്ള ആ എണ്ണ, അതായത് ഒരുപാട് ചൂടൊന്നല്ല, ജസ്റ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട്, ഇളം ചൂട്, അതൊരു കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ട് നമ്മൾ ഓരോ മുടിയുടെ സ്റ്റാൻഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് സമയം നമ്മൾ അതിനെ മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ മുടി അങ്ങനെ കെട്ടിവെക്കുക. അതിനുശേഷം ത്രിഫലാ ചൂർണം എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കില്ല. ത്രിഫലാ ചൂർണം, ഇതാണ് ത്രിഫലാ ചൂർണം. ഓക്കെ, അപ്പം ത്രിഫലാ ചൂർണം ജസ്റ്റ് നമ്മൾ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ, പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുടിക്കായ ബാധിച്ചിട്ടുള്ള മുടിയിൽ അല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പ് മുതൽ നമ്മൾ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹെന്നയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ തുടങ്ങും. ആ സമയത്ത് നന്നായിട്ട് കഴുകി കൊടുക്കുക. നമ്മൾ നല്ല പച്ചവെള്ളം കൊണ്ട് തന്നെ മുടി നന്നായിട്ട് കഴുകുന്ന സമയത്ത് മുടി മുമ്പിലോട്ടിട്ടിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒരസി വേണം കഴുകി കൊടുക്കാൻ. നന്നായിട്ട് കഴുകിയതിന് ശേഷം മുടി സ്വാഭാവികമായിട്ട് ഉണങ്ങാൻ വിടുക. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക്, ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവി കൊള്ളണം. ഒന്നെങ്കിൽ ആവി കൊള്ളാം, സ്റ്റീമർ വെച്ചിട്ട് ആവി കൊള്ളാം, അല്ലെങ്കിൽ ജസ്റ്റ് കനലിൽ നമുക്ക് വേപ്പില, നമ്മൾ കറിവേപ്പിലയല്ല, നമ്മൾ സാധാരണ നീം എന്ന് പറയുന്ന വേപ്പിലയില്ലേ, വേപ്പിലയും തുളസിയിലയും ഉണങ്ങിയതുണ്ടെങ്കിൽ അതിട്ടിട്ട് ആ പുക നമ്മൾ മുടിക്ക് ജസ്റ്റ് കുറച്ച് ദൂരം വെച്ചിട്ട് അത് ഏൽപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണ സ്റ്റീമർ വെച്ചിട്ട് മുടി ഒന്ന് ആറ്റിയെടുക്കുക, നന്നായിട്ട് ആവി കൊള്ളാം. അതിനുശേഷം ചീർപ്പ് വെച്ചിട്ട്, അതായത് ചീർപ്പിൻ്റെ നമ്മൾ ഇതുണ്ടാവില്ലേ, പല്ലുകൾ അടുത്തുള്ള ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകിയെടുക്കാം. ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് തന്നെ മുടിക്കായ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.